ഹലോ ഗായ്സ്, സെല്ലർ വോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒക്ടോബർ 18 ശേഷം ഏതെല്ലാം സ്റ്റോക്സ് ഡിവിഡൻഡ്, ബോണസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നിവ അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. ഒക്ടോബർ 27 വരെയുള്ള ഡിവിഡൻഡ് സ്റ്റോക്സിൻ്റെ ലിസ്റ്റ് ഞാനൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് അതും കൂടെ കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ പറയാം. ഇതൊരു സ്റ്റോക്ക് സജഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യുക മാത്രമാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്ത സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിസ്റ്റിൽ 2 സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. ആദ്യത്തേത് KSE ലിമിറ്റഡ്. കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 2644 രൂപ 25 പൈസ. 1:10 എന്ന റേഷ്യോയിലാണ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൈവശമുള്ള ഓരോ സ്റ്റോക്കും 10 ഷെയറായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്ഡേറ്റ് ആയി വരുന്നത് 28 ഒക്ടോബർ 2025. ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്ക് BEML. കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 4345 രൂപ 80 പൈസ. 1:2 എന്ന റേഷ്യോയിലാണ് കമ്പനി സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. കൈവശമുള്ള ഓരോ സ്റ്റോക്കും 2 സ്റ്റോക്കായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്ഡേറ്റ് ആയി വരുന്നത് 3 നവംബർ 2025. അടുത്തതായി ബോണസ് പ്രഖ്യാപിച്ച സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ലിസ്റ്റിൽ ആകെ വരുന്നത് ഒരു സ്റ്റോക്കാണ്, ഡിജികോർ സ്റ്റുഡിയോസ്. കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 150 രൂപ 85 പൈസ. 1:1 എന്ന റേഷ്യോയിലാണ് കമ്പനി ബോണസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് കൈവശമുള്ള ഓരോ സ്റ്റോക്കിനും ഒരു സ്റ്റോക്ക് വീതം നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ എക്സ്ഡേറ്റ് ആയി വരുന്നത് 24 ഒക്ടോബർ 2025. അടുത്തതായി ഡിവിഡൻഡ് പ്രഖ്യാപിച്ച സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്ക് REC ലിമിറ്റഡ്. കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 374 രൂപ 70 പൈസ. 4 രൂപ 60 പൈസയുടെ ഇൻ്ററിം ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്സ് ഡേറ്റ് ആയി വരുന്നത് 27 ഒക്ടോബർ 2025. ലിസ്റ്റിലെ അടുത്ത സ്റ്റോക്ക് 361 വാം. കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 1183 രൂപ 30 പൈസ. 6 രൂപയുടെ ഇൻ്ററിം ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്സ് ഡേറ്റ് ആയി വരുന്നത് 27 ഒക്ടോബർ 2025. ലിസ്റ്റിലെ അടുത്ത സ്റ്റോക്ക് LT ടെക്നോളജി സർവീസസ് ലിമിറ്റഡ്. കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 4199 രൂപ 70 പൈസ. 18 രൂപയുടെ ഇൻ്ററിം ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്സ് ഡേറ്റ് ആയി വരുന്നത് 27 ഒക്ടോബർ 2025. ലിസ്റ്റിലെ അടുത്ത സ്റ്റോക്ക് ക്രിസിൽ. കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 4912 രൂപ 80 പൈസ. 16 രൂപയുടെ ഇൻ്ററിം ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്സ് ഡേറ്റ് ആയി വരുന്നത് 27 ഒക്ടോബർ 2025. ലിസ്റ്റിലെ അടുത്ത സ്റ്റോക്ക് CESE. കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 179 രൂപ 13 പൈസ. 6 രൂപയുടെ ഇൻ്ററിം ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്സ് ഡേറ്റ് ആയി വരുന്നത് 27 ഒക്ടോബർ 2025. ലിസ്റ്റിലെ അടുത്ത സ്റ്റോക്ക് PCBL കെമിക്കൽ. കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 361 രൂപ 30 പൈസ. 6 രൂപയുടെ ഇൻ്ററിം ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്സ് ഡേറ്റ് ആയി വരുന്നത് 27 ഒക്ടോബർ 2025. ലിസ്റ്റിലെ അടുത്ത സ്റ്റോക്ക് തൻല പ്ലാറ്റ്ഫോംസ്. കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 636 രൂപ 55 പൈസ. 6 രൂപയുടെ ഇൻ്ററിം ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്സ് ഡേറ്റ് ആയി വരുന്നത് 27 ഒക്ടോബർ 2025. ലിസ്റ്റിലെ അവസാനത്തെ സ്റ്റോക്ക് ഒറാക്കിൾ ഫിനാൻഷ്യൽസ്. കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 8585 രൂപ 50 പൈസ. 130 രൂപയുടെ ഇൻ്ററിം ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എക്സ് ഡേറ്റ് ആയി വരുന്നത് 3 നവംബർ 2025. വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.